എന്താ പണിക്കരുതിന്റെ കാര്യം? അതാണ് എനിക്കും മനസ്സിലാകാത്തത്. നാം എക്സ്പോർട്ട് ചെയ്ത ഐറ്റംസ് ഒക്കെ മടക്കി അയക്കാന്ന് വെച്ചാൽ? ക്വാളിറ്റി മോശമാണെന്നാണ് അവർ പറയുന്നത്. പക്ഷേ ഇതിനു മുമ്പ് ഒരിക്കലും ഇങ്ങനൊരു കംപ്ലൈന്റ് വന്നിട്ടില്ല. പണിക്കർ ഫോണിൽ സംസാരിച്ചില്ലേ? 3 തവണ സംസാരിച്ചു. 3 തവണയും അവർ പറഞ്ഞത് തന്നെ ആവർത്തിക്കുകയാണ് ചെയ്തത്. ഇപ്പൊ എന്താ ഒരു മാർഗം? മടക്കി അയച്ചതുകൊണ്ട് പ്രശ്നമില്ല. ഉടൻ തന്നെ കൺസൈൻമെന്റ് എത്തിച്ചാൽ മതിയാകും. പക്ഷേ അതിനുള്ള ക്യാഷ് ഉണ്ടാക്കിയാൽ മതി. ഇത്ര വലിയൊരു എമൗണ്ട് ഇത്ര പെട്ടെന്ന് എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാനാവും? തൽക്കാലം ആരിൽ നിന്നൊന്ന് മറിക്കാനാണ്? ആ മദാമയോട് ഒന്ന് ചോദിച്ചു നോക്കുന്ന വിരോധമൊന്നുമില്ല. അവർക്ക് അതിനുള്ള ശേഷിയൊക്കെ ഉണ്ട്. അടുത്ത ഷിപ്പിൽ തന്നെ മടക്കി അയക്കാൻ സാധിച്ചില്ലെങ്കിൽ കമ്പനിക്ക് ക്ഷീണമാണ്. ഞാനൊന്ന് ആലോചിക്കട്ടെ. ഷർട്ട് കഴിക്കാൻ വരട്ടെ. എത്ര ദിവസം ഒരു സിനിമയ്ക്ക് പോയിട്ട്. ലക്ഷ്മിയമ്മ കണ്ടതാ, എങ്ങു നിന്നോ വന്നവർ. നല്ല സിനിമ അത്രേ. നമുക്കൊന്ന് പോവാന്നേ. നാളെ ആട്ടെ സുജാതെ. ഇന്നെനിക്ക് തീരെ സുഖമില്ല. എന്താ? ഒരു തലവേദന. എന്നാ തലവേദനയ്ക്കുള്ള ഗുളിക കൊണ്ടുവരട്ടെ? വേണ്ട, അല്പം കഴിയുമ്പോൾ മാറിക്കൊള്ളും. എന്നാ ഞാൻ ചായ കൊണ്ടുവരാം. എന്തിനാ ഇങ്ങനെ വലിക്കുന്നേ? ചായ കഴിക്കൂ. എന്താ മുഖം വല്ലായിരിക്കുന്നേ? ഒന്നുമില്ല. അത് കള്ളം. എനിക്കറിയാം എന്തോ ഉണ്ട്. എന്നോട് പറയൂ. നീ ഒന്നുമില്ലെന്ന് പറഞ്ഞില്ലേ? Yes. But tell me, what's wrong with the consignment? I just can't understand you. It looks rather strange to me. Of course, if that's your policy means. യെസ്, അതെ. ഞാൻ വിളിച്ചിരുന്നു. എന്താ മിസ്റ്റർ സുബ്രഹ്മണ്യം ഇത്? അയച്ച ഐറ്റംസ് ഒക്കെ യാതൊരു കാരണവുമില്ലാതെ മടക്കി അയക്കാന്ന് വെച്ചാൽ? നോ നോ നോ, ടെൽ മീ ദ റീസൺ. ഐ ഹാവ് ബീൻ സപ്ലൈയിങ് ദ സെയിം മെറ്റീരിയൽസ് ഫോർ ദ പാസ്റ്റ് 5 years. നോ നോ നോ, ഇതിനെ സംബന്ധിച്ച് നിങ്ങളുടെ MD യെ കാണുന്ന പ്രശ്നമൊന്നുമില്ല. എന്താ രവിയേട്ട ഇങ്ങനെ? വന്ന് കിടക്കൂ. ഞാൻ കിടന്നോളാം സുജാതെ, നീ പോയി കിടക്കൂ. ഇല്ല, ഞാൻ കിടക്കുന്നില്ല. രവിയേട്ടൻ വന്നാലേ ഞാൻ കിടക്കുന്നുള്ളൂ. എന്തൊരാലോചനയാണിത്? രവിയേട്ടൻ ഈയിടെയായി ആഹാരം പോലും കഴിക്കാറില്ല. ഓഹോ, ഇതാണോ കാര്യം? ഏതു നേരവും ചിന്തയാണ്. രവി ഇന്നല്ല, പണ്ടേ ഇങ്ങനെ. പുറമേ വലിയ എടുപ്പൊക്കെ കാണിക്കും. ഒരു ബിസിനസ്സുകാരനുള്ള ചങ്കുറപ്പൊന്നും അവനില്ല.
ഏതായാലും ഓഫീസ് വിട്ടു കഴിഞ്ഞാൽ ഉടനെ സൗകര്യം പോലെ ഞാൻ അങ്ങോട്ട് വരാം. കാര്യം പറയണം സാർ. മുഖം എന്താ വല്ലാതിരിക്കുന്നത്? ഒന്നുമില്ല. താൻ ഇന്ന് കുളിച്ചില്ലേ? ഇല്ല. എന്താ കാര്യം? സമയം കിട്ടിയില്ല. ഏതായാലും ഷർട്ടും കയ്യിലും കൊടുക്കാൻ സമയം കിട്ടിയല്ലോ, അത് തന്നെ ഭാഗ്യം. അതിരിക്കട്ടെ, താൻ ഈയിടെ ആഹാരം കഴിക്കാറില്ലെന്നും ഉറക്കമില്ലാതെ രാത്രികൾ ചെലവഴിക്കുന്നതെന്നും കേട്ടല്ലോ, നേരാണോ? ആര് പറഞ്ഞു? പറഞ്ഞത് ആരെങ്കിലും ആട്ടെ, കേട്ടപ്പോ എനിക്ക് പേടിയായി. ഇനി തനിക്ക് ഗർഭലക്ഷണം കണ്ടു തുടങ്ങിയോന്നൊരു സംശയം. ആട്ടെ, എന്താ കാര്യം? ഒന്നുമില്ല. വെറുതെ ഇരിക്കും രവി, കാര്യമൊക്കെ എനിക്കറിയാം. തനിക്കൊരു എതിരാളി ബിസിനസ്സിൽ ഉണ്ടായതാ കാര്യം. ഒരു ബിസിനസ്സുകാരനാകുമ്പോൾ കുറെ കൂടെ മനോധൈര്യം വേണ്ടേ? എന്റെ കണക്കൂട്ടലുകളൊക്കെ തെറ്റുന്നു ബാല. തന്നോടാരാ കണക്കൂട്ടാൻ പറഞ്ഞേ? ബിസിനസ്സിൽ അങ്ങനെ പാടില്ല, വരുന്നിടത്ത് വെച്ച് കാണണം. അതുകൊണ്ട് മേലെ കുളിക്കാതെയും പല്ല് വെക്കാതെയും കാണാൻ പാടില്ല. ഞാൻ വരട്ടെ. ഈ ലോകത്തിന്റെ ഏതെങ്കിലും ഒരു കോണിൽ കഥകടച്ചിരുന്നുകൊണ്ട് ഒന്നുമാകില്ല മാഗി. ജീവിതം എന്താണെന്ന് അറിയണമെങ്കിൽ ഒരു തവണയെങ്കിലും ലോകം കറങ്ങിയിരിക്കണം. ഒരു തവണ ഒന്ന് കറങ്ങിയപ്പോൾ തന്നെ ഗണേശ് വല്ലാതെ മാറിയിരിക്കുന്നല്ലോ. തീർച്ചയായും എന്റെ പേര് തന്നെ ഞാൻ മാറ്റിയിരിക്കുന്നു. ജി കുമാർ, ദാറ്റ് ഈസ് ഗണേഷ് കുമാർ. ഒരേ പേര്, ഒരേ ആഹാരം, ഒരേ പാർപ്പിടം. എല്ലാറ്റിനോടും എനിക്ക് മടുപ്പ് തോന്നുന്നു. മിസ്റ്റർ ഗണേശ് ഒരു നോ, കുമാർ. അതെ മിസ്റ്റർ കുമാർ, ഒരു ഭാഗ്യവാനായി ജനിച്ചതുകൊണ്ട് ഇങ്ങനെയൊക്കെ പറയാം. തീർച്ചയായും ഒന്നോർത്താൽ ഞാൻ ഭാഗ്യവാനാണ്. എന്റെ കുത്തഴിഞ്ഞ ജീവിതം മുൻകൂട്ടി കണ്ടിട്ടാണെന്ന് തോന്നുന്നു. ആവശ്യത്തിലേറെ കരുതി വെച്ചിട്ടാണ് എന്റെ അച്ഛൻ പോയത്. ഇനി ഞാൻ സമ്പാദിക്കുന്നത് സർക്കാരിന് കൊടുക്കാനാവും. പ്രത്യേകിച്ച് ലക്ഷ്യമൊന്നുമില്ലാത്ത എന്റെ ജീവിതത്തിന് ഇപ്പോഴൊരു ലക്ഷ്യമുണ്ട്. എന്താ അത്? എക്സ്ക്യൂസ് മീ. ഹലോ. ശരി, കുറെ നാളായല്ലോ കണ്ടിട്ട്. എന്തൊക്കെയുണ്ട് വിശേഷം? ഓഹോ, അങ്ങനെയാണോ? ഐ സി. പക്ഷേ ഇത്ര ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ബാങ്കുകളൊക്കെ സമരത്തിലുമാണ്. എനിവേ, ലെറ്റ് മീ ട്രൈ. ആരുടെ ഫോണായിരുന്നു? മിസ്റ്റർ രവിയുടെ, പ്രോസ്പെറസ് ഏജൻസീസിന്റെ പ്രൊപ്പറേറ്റർ, ജം ഓഫ് എ മാൻ. ഇത്രയും വലിയ എമൗണ്ട് എങ്ങനെയാ ചുരുങ്ങിയ സമയത്തുള്ള അഡ്ജസ്റ്റ് ചെയ്യാനാ? ഐ ക്യാൻ ഹെൽപ്പ് യു. റിയലി? ഷുവർ. മിസ്റ്റർ രവിയെ എനിക്കറിയില്ല, പക്ഷെ അയാൾ സഹായം ആവശ്യപ്പെട്ടത് മാഗിയോടല്ലേ? സോ ദാറ്റ് ഇസ് യുവർ പ്രസ്റ്റീജ് ഇഷ്യൂ. മാഗിയുടെ പ്രസ്റ്റീജ് നോക്കേണ്ടത് എന്റെയും കൂടെ കടമയല്ലേ? നാളെ തന്നെ മിസ്റ്റർ രവിയോട് എന്നെ ഓഫീസിൽ ഒന്ന് കാണാൻ പറയൂ. താങ്ക് യു. നോ മെൻഷൻ. Has been playing all the time behind the line of the ball. Today, Van Holding has been bowling a couple of bouncers. Vishwanath has... And that ball from Sir, Holding was just a shot. മിസ്റ്റർ രവി വന്നിട്ട് അരമണിക്കൂറായി. ഇനിയും വെയിറ്റ് ചെയ്യിക്കുന്നത്. That brings Vishwanath ശരി, വരാൻ പറയൂ. ഓക്കെ സർ. India moves to 200. ഹലോ, ഐ എം രവി. ഹലോ, ഇരിക്കൂ. താങ്ക് യു. നാം ഇതിനു മുമ്പ് എങ്ങോ കണ്ടിട്ടുള്ളത് പോലെ തോന്നുന്നു. എനിക്കും തോന്നുന്നു. ഓ, മനസ്സിലായി. അന്ന് ലയൺസ് ക്ലബിന്റെ ലേലം വിളി. ഐ തിങ്ക് സോ. നോ താങ്ക്സ്. ഞാൻ കുറെ നാളായി സ്ഥലത്തില്ലായിരുന്നു. മാഗി എന്നോടെല്ലാം പറഞ്ഞു. അവരെന്റെ പഴയ ഒരു കമ്പനിയാണ്. വളരെ അപൂർവമായി അവരെന്തെങ്കിലും എന്നോട് ആവശ്യപ്പെടാറുണ്ട്. പക്ഷെ നിങ്ങളുടെ കാര്യത്തിൽ മാഗി വളരെ താല്പര്യത്തോടു കൂടി എന്നോട് സംസാരിച്ചു. ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഘട്ടത്തിലാണ് ഇതുണ്ടായത്. ബാങ്കുകൾ സമരത്തിലുമാണ്. ഇതൊക്കെ ബിസിനസ്സിലുള്ളതാണ്. ഇവയെ ബുദ്ധിപരമായി നേരിടുന്നതിലാണ് നമ്മുടെ കഴിവ്. ഡോണ്ട് വറി, ഐ ഷാൽ ഹെൽപ്പ് യു. താങ്ക് യു. താങ്ക് യു വെരി മച്ച്. സീ യു.
നമ്മുടെ വീടിന്റെയും ഓഫീസ് കെട്ടിടത്തിന്റെയും ഷുവർട്ടിയിലാണ് കുമാരിയെ സഹായം ചെയ്തു തന്നിരിക്കുന്നത്. പക്ഷെ പലിശ ആവശ്യപ്പെട്ടിട്ടില്ല. അത് തന്നെ വലിയൊരു ആശ്വാസമല്ലേ സുജാതെ? എന്തുകൊണ്ടാണ് കുമാരി സഹായം ചെയ്തതെന്ന് രവീട്ടിന് മനസ്സിലായോ? മാഗി പറഞ്ഞതുകൊണ്ട്. അതുകൊണ്ടൊന്നുമല്ല. എന്നും രാവിലെ ഞാൻ പൂജാമുറിയിൽ 2 മണിക്കൂർ ഇരിക്കുമ്പോൾ രവിയേട്ടൻ എന്നെ കളിയാക്കാറുണ്ടല്ലോ. ഞാൻ മനസ്സുരുകി പ്രാർത്ഥിച്ചതുകൊണ്ടാ. ഇപ്പൊ മനസ്സിലായോ? ഓ, മനസ്സിലായി. കൂടുതൽ വാചകമൊന്നും അടിക്കണ്ട. ഈ കാലം തിരുമിക്കേ. വരുവരിക്കും. Bring 2 glasses. എങ്ങനെയുണ്ട് എന്റെ ഷോറൂം? നന്നായിരിക്കുന്നു. ബാംഗ്ലൂരിലും മദ്രാസിലും എനിക്ക് ഇതേപോലെ ഓരോ ഷോറൂം ഉണ്ട്. ഈ ചുമതലകളൊക്കെ ഏറ്റെടുക്കാൻ ഒരു അനിയൻ കൂടി ഉണ്ടായിരുന്നെങ്കിൽ എന്നെനിക്ക് പലപ്പോഴും തോന്നാറുണ്ട്. ചില മനുഷ്യരെ ഒരു കാരണവുമില്ലാതെ നാം ഇഷ്ടപ്പെടും, മറ്റു ചിലരെ വെറുക്കുകയും ചെയ്യും. മിസ്റ്റർ രവിയോട് എനിക്ക് തോന്നിയ അടുപ്പത്തിന് സത്യത്തിൽ ഒരു കാരണവും ഞാൻ കാണുന്നില്ല. ഞാൻ കഴിക്കാറില്ല. കഴിച്ചിട്ടേ ഇല്ല? മുൻപ് കഴിക്കുമായിരുന്നു. കല്യാണത്തിന് ശേഷം നിർത്തി. ഇങ്ങനെ പറയുന്നത് മണ്ടത്തരമാണ്. ഒരു ബിസിനസ്സുകാരന് പിടിവാശികൾ ഒന്നും പാടില്ല. ഭാര്യയ്ക്ക് ഇത്തരം പ്രോമിസ് കൊടുക്കുന്നത് തന്നെ അബദ്ധമാണ്. ഒരു പ്രോമിസ് എപ്പോഴും ഒരു ലയബിലിറ്റിയാണ്. ഇത്രയും കഴിച്ചുകൊണ്ട് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഞാൻ ഒരിക്കലും ഒറ്റയ്ക്ക് കഴിക്കാറില്ല. എനിക്ക് എപ്പോഴും ഒരു നല്ല കമ്പനി വേണം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഭാര്യയുടെ തൃപ്തിക്കായി കഴിക്കാതിരിക്കാം. പക്ഷെ എനിക്ക് നഷ്ടപ്പെടുന്നത് ഇന്നത്തെ സായനമാണ്. ഒരു ബിസിനസ്സുകാരനായ നിങ്ങൾ ഒരിക്കലും അത് ചെയ്യാൻ പാടില്ല. Come on, cheers. Come on, cheers. Cheers. ഇന്ന് വീട്ടിൽ നിന്ന് അമ്മയുടെ കത്തുണ്ടായിരുന്നു. എന്താ വിശേഷം? വിശേഷമൊന്നുമില്ല. അമ്മാവിന്റെ കണ്ണിന്റെ അസുഖം കുറവുണ്ടത്രേ. ചേട്ടൻ ഇന്ന് ബാലറ്റിനെ കണ്ടായിരുന്നു? എന്ന് കാണാൻ പറ്റില്ല. എന്താ തിരിഞ്ഞു കിടക്കുന്നേ? കണ്ണിൽ ഉറക്കം തോന്നിയിട്ട്. എങ്കിൽ ഞാനൊന്ന് നോക്കട്ടെ കണ്ണിൽ ഉറക്കമുണ്ടോന്ന്. രവിയേട്ടൻ കുടിച്ചു. ഇല്ല സുജാതി, അത് ഞാൻ മരുന്ന് കഴിച്ചെന്റെ. എന്തിനാ രവിയേട്ട എന്നോട് കള്ളം പറയുന്നേ? രവിയേട്ടൻ കുടിച്ചു. അങ്ങനൊന്നുമില്ല. ദേ സ്വല്പം ആ കുമാർ നിർബന്ധിച്ചോണ്ടാ. ഉള്ളി കഴിക്കാൻ പറഞ്ഞതും കുമാറാണോ? നീ ഇങ്ങനെ കൊച്ചു കുട്ടികളെ പോലെ ആകാതെ സുജാതെ. ബിസിനസ് ആകുമ്പോൾ ചിലപ്പോൾ അല്പം കഴിക്കേണ്ടി വരും. അതിനൊക്കെ കിടന്ന് ഇങ്ങനെ ചാടാൻ തുടങ്ങി. രവിയേട്ടന്റെ സ്വഭാവം എനിക്ക് നന്നായിട്ട് അറിയാം. തുടങ്ങിയ പിന്നെ ഒരന്തവും ഉണ്ടാവില്ല. എത്ര പാടുപെട്ടാ ഞാൻ നിർത്തിച്ചത്. ദേ പറയാനുള്ളതൊക്കെ ഞാൻ പറഞ്ഞു. ഞാൻ ഇത്രയേ കുടിച്ചുള്ളൂ, ഇനി കുടിക്കില്ല. പ്ലീസ് കിടന്നുറങ്ങാൻ നോക്ക്. നീ ഇത്ര മണ്ടിയായി പോയല്ലോ സുജാതെ. അയാൾ എന്നെ സഹായിക്കാമെന്ന് പറയുന്നു. അപ്പൊ അവസരം നമ്മൾ മുതലാക്കണ്ടേ? അതിന് കുടിക്കുന്ന എന്തിനാ? അയാളെ സോപ്പിടാൻ. ഇന്ന് തന്നെ ഞങ്ങൾ ഒരുമിച്ചാ ടൂറിന് പോകുന്നത്. 1-2 പാർട്ടികളെ എനിക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അവസരം നഷ്ടപ്പെടുത്താമോ? എന്ന് തിരിച്ചു വരും. കഴിവതും 2 ദിവസത്തിനാണ്. അതുവരെ നീ ഇവിടെ നിന്ന് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ മതി. പിന്നെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ബാലിനെ വിളിച്ച് പറയും. ആവശ്യമുള്ള പൈസയൊക്കെ ഉണ്ടല്ലോ. രവികുഞ്ഞിനെ വരുമോ കുഞ്ഞ്? എന്തോ കാര്യം ഇതൊക്കെയാണെങ്കിലും രവികുഞ്ഞില്ലാത്ത വീട്ടിൽ ആൾപ്പാർപ്പില്ലാത്ത മാതിരിയാ. കുഞ്ഞെന്തുവായി വായിക്കുന്നേ? വെറുതെ. ഇപ്പോഴത്തെ ഒരു വക വായിക്കാൻ കൊള്ളത്തില്ല. എല്ലാം കാണിച്ചോണ്ടുള്ള പടം അല്ലയോ സകലതിന്റെ താള് മറിക്കുമ്പോ കാണുന്നത്. നാണം കേട്ട പരീക്ഷകൾ നിന്ന് കൊടുക്കുന്നുണ്ടല്ലയോ ഇവരിതൊക്കെ അച്ചടിച്ചിറക്കുന്നത്. ലക്ഷ്മിയമ്മ പോയി കിടന്നോളൂ.
വീണ്ടും കുടിച്ചു അല്ലേ? തുടങ്ങിയല്ലോ ക്രോസ് വിസ്താരം. വന്ന് കയറുന്നതിന് മുമ്പ് ഞാൻ ചോറിളുമ്പട്ടെ? വേണ്ട, വയറ് നിറഞ്ഞു. രവിക്കുഞ്ഞ് ആഫീസിലേക്ക് പോയതല്ലേ? ആണെന്ന് തോന്നുന്നു. കാപ്പ് കുടിച്ചില്ലല്ലോ. കുടിക്കണ്ട. കുഞ്ഞിനോടൊന്നും മിണ്ടിയില്ലല്ലോ. മിണ്ടണ്ട. കുഞ്ഞും മിണ്ടിയില്ലല്ലോ. മിണ്ടാൻ തോന്നിയില്ല. കുഞ്ഞങ്ങോട്ട് ഇറങ്ങി ചെല്ലാനായിരിക്കും. അതിനാ അതിങ്ങനെ ടരപ്പിക്കുന്നത്. ലക്ഷ്മിയമ്മയ്ക്ക് വേറെ ജോലിയൊന്നുമില്ലേ? ഇന്നലെ രാത്രി മൂക്കറ്റം കുടിച്ച് ബോധമില്ലാതാ വന്നു കയറിയത്. അതറിയാമോ? രവിക്കുഞ്ഞ് അങ്ങനെയുള്ള ആളല്ലല്ലോ. പിന്നെന്തു പറ്റി? ഇപ്പോ ഒരു പുതിയ കൂട്ട് കിട്ടിയിട്ടുണ്ടല്ലോ, കുമാർ. അതിനുശേഷം ഇങ്ങനല്ല. അങ്ങനെ കൂട്ടുകൂടിയെന്ന് കരുതി രവിയേട്ടന് കുടിക്കേണ്ട ആവശ്യമുണ്ടോ? ഞാനെല്ലാം പറഞ്ഞു തീർത്തതാ. ഇനി ഞാനൊന്നും മിണ്ടാൻ പോകുന്നില്ല, എന്ത് തന്നെ ആയാലും. ഇന്നെന്താ കുഞ്ഞെ കറി വെക്കേണ്ടത്? ഒന്നും വെക്കണ്ട. ഒന്നും വെക്കാതിരുന്നാ എങ്ങനാ? ആർക്ക് കഴിക്കാനാ? പുറത്തു പോയൊരു തിരിച്ചു വരത്തില്ലയോ? എന്നിട്ട് ഇന്നലെ ആര് കഴിച്ചു? ഒന്നും വെക്കണ്ട.